ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കേട്ടൻ മ്യൂസിക്കിൻ്റെ സിലബസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് മ്യൂസിക്കിൽ ഭൂതസംഖ്യ വരെ പറഞ്ഞു. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ഒറിജിനൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് താളയാണ് അടുത്തത്. അതിൽ വരുന്നതാണ് സപ്തതാള, സ്കീം ഓഫ് 35 താള, ജതി, ഗതി, അങ്കാസ്, ഷഡംഗ, ദശപ്രാണ. പിന്നെ വരുന്നതാണ് ദേശാദി മധ്യാദി താള, അതുപോലെ ചാപ്പ് താള ആൻഡ് ഇറ്റ്സ് വെറൈറ്റീസ്. താളത്തെ സംബന്ധിച്ചുള്ള ഒരു സെക്ഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം സപ്തതാള അലങ്കാരങ്ങൾ അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട അംഗങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അക്ഷരകാലങ്ങൾ, ഇത് സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഒരു താളത്തിൻ്റെ അംഗം തന്നിട്ട് ആ താളത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഒരേ അക്ഷരകാലം വരുന്ന താളങ്ങൾ, അതുപോലെ തന്നെ അംഗങ്ങൾ തന്നിട്ട് അതും മറ്റ് താളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ ചാപ്പുതാളം, അതുപോലെ വിലോമച്ചാപ്പ്, ഈ പറഞ്ഞ പ്രയോഗങ്ങൾ, അതിൻ്റെ ആ കോമ്പിനേഷൻ എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്തായിട്ട് വരുന്നതാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ മ്യൂസിക്. അതിൽ കുറച്ചധികം വരുന്നുണ്ട്. ലൈറ്റ് മ്യൂസിക്, ഫിലിം സോങ്സ്, പാട്രിയോട്ടിക് സോങ്, ഫെസ്റ്റിവൽ സോങ്, ഫ്യൂഷൻ മ്യൂസിക്, കരോക്കെ മ്യൂസിക്, മ്യൂസിക് തെറാപ്പി, അതുപോലെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും കർണാട്ടിക് മ്യൂസിക്കും തമ്മിലുള്ള ഇൻഫ്ലുവൻസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ലളിത സംഗീതം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും പിന്നെ സെപ്പറേറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും. ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് സ്ട്രിങ്, വിൻഡ്, പെർക്യൂഷൻ. ഈ 3 ടൈപ്പാണ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അതുപോലെ ആ ക്ലാസിഫിക്കേഷനിൽ തന്നെ വരുന്നതാണ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രിങ്ങിലും വിൻഡിലും പെർക്യൂഷനിലും പഠിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ. അതുപോലെ പ്ലേയിങ് ടെക്നിക്സ്. പിന്നെ സെപ്പറേറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. അതിൽ നമുക്ക് തമ്പുര, വീണ, വയലിൻ, ഫ്ലൂട്ട്, മൃദംഗം, ചെണ്ട, ഗഞ്ചിറ, മദ്ദളം, ഇടയ്ക്ക, തിമില, കൊമ്പ്, കുഴൽ, ഗോട്ടുവാദ്യം, ഘടം, തവിൽ, നാദസ്വരം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് ഫോമിലാണ് അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നിങ്ങൾ കേട്ടൻ മ്യൂസിക്കിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ അധ്യാപകരോ ആണോ? അതുപോലെ നിങ്ങൾ കേട്ടൻ മ്യൂസിക്കിന് നല്ലൊരു ക്ലാസ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സംഗീത അധ്യയന മന്ത്രിയും ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.